നമസ്കാരം. 2025 മെയ് മാസം 17-ാം തീയതി ശനിയാഴ്ച ദിവസം കേരള സർക്കാരിൻ്റെ കാരുണ്യ ലോട്ടറി ഭാഗ്യം 27 നക്ഷത്ര ജാതകരിൽ ഏതൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് ലഭിക്കുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ള ദിവസമാണ്. ശനീശ്വരൻ്റെ ദിവസമാണ്. ശനീശ്വരനൊക്കെ അനുഗ്രഹിച്ചാൽ വാരിക്കൊരു കൊടുക്കും കേട്ടോ. ശനി എന്ന് പറയുന്ന ഗ്രഹം പലരുടെയും ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കുന്നൊരു ഗ്രഹമാണ്. അനുഗ്രഹിച്ചാൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പെട്ടെന്ന് പറയാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ഈ നാളുകാർക്ക് അതിനുള്ള ഒരു അവസരമുണ്ട്. ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ ഈ 3 നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനീശ്വരൻ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അനുഗ്രഹിച്ചാൽ കർക്കിടകക്കുറുകാർക്ക് വാരിക്കോരി കൊടുക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ 9-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്, ഭാഗ്യഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യം കൊണ്ട് അനുഗ്രഹിച്ചാൽ കോടീശ്വരന്മാരാകും. യാതൊരു മാറ്റവുമില്ലാത്ത ഒരു കാര്യമാണ്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവർക്കും ശനി വാരിക്കോരി കൊടുക്കുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ തുലാക്കുറുകാർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാം. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർ. ഇനിയും മകരക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണ, ഔട്ടൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പോരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി, കാല്, തുട്ടാതി, രേവതി നാളുകാർക്കും ശനിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നത്. ഇനി ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൻ്റെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 8 വരണം. അപ്പോൾ അവസാനം 26 കൂട്ടി വരുമ്പോൾ 26 വരുന്നതെങ്കിൽ 2 മാറും 8. അതുപോലെ തന്നെ 35 വരുന്നതെങ്കിൽ 3 5 8. അങ്ങനെ 8 വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 4 അക്കം നോക്കിയാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഈ 4 അക്കങ്ങൾ കൂട്ടുമ്പോൾ 8 വരാൻ ശ്രമിക്കുക. അങ്ങനെ 8 വരുമ്പോൾ ഈ 4 അക്കത്തിൻ്റെ അവസാനത്തെ നമ്പർ ഒന്നുകിൽ 8 വരണം, അല്ലെങ്കിൽ 17 വരണം, അല്ലെങ്കിൽ 26 വരണം, അല്ലെങ്കിൽ 1 വരണം, അല്ലെങ്കിൽ 10 വരണം, 19 വരണം, 28 വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിക്കറ്റുകൾ എടുക്കുക. ഇങ്ങനെയുള്ള നമ്പറുകളുള്ള ടിക്കറ്റുകൾ നോക്കിയെടുക്കുക. ഇങ്ങനെ ടിക്കറ്റുകൾ എടുത്താലും ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം, ഭാഗ്യം വന്നു ചേരണമെങ്കിൽ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഭാഗ്യദേവയുടെ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഒരുപാട് പേര് പങ്കുചേരും. ആ പരീക്ഷണത്തിൽ ആരെയാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നത് അവർക്കായിരിക്കും ലോട്ടറി ഭാഗ്യം എന്നുള്ള ഒരു സത്യാവസ്ഥയും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു നക്ഷത്രത്തിൽ 10 ലക്ഷത്തിലധികം ജാതകർ ഉണ്ടെന്നുള്ള കാര്യം അറിയണം. കേരള ഗവൺമെൻറ് ലക്ഷക്കണക്കിന് ടിക്കറ്റാണ് അടിച്ചിറക്കുന്നത്. അതിൽ സമ്മാനം കൊടുക്കുന്നത് വളരെ നാമമാത്രമായ കുറച്ച് പേർക്കാണെന്നുള്ളതും ആ സത്യാവസ്ഥയും മനസ്സിലാക്കുക. അപ്പോൾ ലോട്ടറി ഭാഗ്യം അടിച്ചില്ല എങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഭാഗ്യദേവത തിരഞ്ഞെടുത്തില്ല, ഭാഗ്യം എന്നെ തുണച്ചില്ല, ഞാൻ എഴുതിയ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി എന്നേ വിചാരിക്കാവുള്ളൂ. അതിലപ്പുറമായിട്ടൊക്കെ വിചാരിക്കരുത്. അതുപോലെ തന്നെ
കഴിവതും ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ 2 ടിക്കറ്റ് അതിൽ കൂടുതൽ എടുത്ത് ധനം കളയരുത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതമാകണം. നിങ്ങൾക്ക് 1000 രൂപ ശമ്പളമുണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപ ലോട്ടറി ടിക്കറ്റിന് എടുക്കുമ്പോൾ മറ്റുള്ള അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ ചുരുക്കുക. പിന്നെ നിങ്ങൾ ലാവിഷായിട്ട് മറ്റ് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും കുഞ്ഞുങ്ങളുടെ ജീവിതവും ഭാര്യയുടെ കാര്യവും അപ്പൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്രമീകരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ജീവിതം ക്രമീകരിക്കപ്പെട്ട് പോകണം. കുത്തഴിഞ്ഞ ജീവിതമാകരുത്. ധാരാളിത്തം പാടില്ല. എല്ലാ കാര്യങ്ങളിലും ക്രമീകരണം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നേട്ടമുണ്ടാവുകയുള്ളൂ. 1000 രൂപ കിട്ടിയാൽ 1000 രൂപയ്ക്കും ആൾക്കാർ ഓരോന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് 1000 രൂപയെ നഷ്ടപ്പെടുത്തിയാണ് വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞ് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.